എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ക്ലബ് സാൻഡ്വിച്ച് ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി എഗ് ലെയർ ആദ്യം തയ്യാറാക്കാം. അതിനുവേണ്ടി ചെറിയൊരു തടുക്ക പാൻ എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ കറക്റ്റായിട്ടൊരു അളവിൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ പാനിലും ഇതുപോലെ തയ്യാറാക്കാം. 2 മുട്ട പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 എണ്ണമാണ് ഞാൻ തയ്യാറാക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പാൻ ചൂടാക്കാം. പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്ത് ടോസ്റ്റ് ചെയ്യാം. ബട്ടർ ഇതുപോലെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് അതിലിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ വൈറ്റ് ബ്രെഡാണ്. സാൻഡ്വിച്ച് ബ്രെഡ് ഉള്ളവർക്ക് അതെടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ടാവും. ഏത് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ചെറിയ കഷ്ണം അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വീതം ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ക്യാബേജ് ചോപ്പ് ചെയ്തത്, സവാള ചോപ്പ് ചെയ്തത്, ഇത് 3ആണ് ഇതിലേക്ക് എടുക്കുന്ന വെജിറ്റബിൾസ്. അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒരു ബൗളിൽ ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും മാത്രം ചേർത്താൽ മതി. ഒരുപാട് ചേർത്താൽ ഒരു കുത്തലുണ്ടാവും. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ഒഴിച്ചു കൊടുക്കാം. മയണൈസ് കൂടി ചേർത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് ലൂസായിട്ടുള്ള മയണൈസ് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കട്ടിയായിട്ടുള്ള മയണൈസ് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ക്ലബ് സാൻഡ്വിച്ച് ആയതുകൊണ്ട് തന്നെ റോ ആയിട്ട് അരിഞ്ഞെടുക്കുന്നത് കുക്കമ്പറും തക്കാളിയും ആണ്. ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പീസസ് എടുക്കുക. ഒരു സാൻഡ്വിച്ചിൽ ഏകദേശം ഒരു 4 പീസാണ് ഉപയോഗിക്കുന്നത്. 2 പീസ് കുക്കമ്പറും 2 പീസ് തക്കാളിയും. അപ്പോൾ നിങ്ങൾ എത്ര സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചീസ് സ്ലൈസസ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ക്ലബ് സാൻഡ്വിച്ച് ആയതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ക്ലബ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള പോലെ ഓർഡറിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു ബ്രെഡ് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിളിൻ്റെ കൂട്ടാണ് ചേർക്കുന്നത്. ഇതിന് മുകളിലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇനി മയണൈസ് ഒന്നും ഒരുപാട് എടുക്കാത്തവരാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല മയണൈസ് കുറച്ചൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കണം. ഇനി അതിന് മുകളിലേക്ക് ഒരു ലെറ്റൂസിൻ്റെ ഇല വെച്ച് കൊടുക്കാം. അതൊന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി അതിന് മുകളിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം.
ചീസ് സ്ലൈസിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് പൊരിച്ചത് അല്ലെങ്കിൽ ഓംലെറ്റ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുത്താൽ ക്ലബ് സാൻഡ്വിച്ച് റെഡിയാണ്. ഇതുപോലെ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലും ഇത് ക്ലബ് ചെയ്തിട്ട് എടുക്കാം, മാറ്റി മറിച്ചൊക്കെ വയ്ക്കാം. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് ഒരു ടൂത്ത് പിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഹൈറ്റുള്ള സാൻഡ്വിച്ച് ആയതുകൊണ്ട് തന്നെ മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ. ഇനി ടൂത്ത് പിക്കൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഈർക്കിലോ മറ്റോ വെച്ച് കൊടുത്താൽ മതിയാവും. മുറിച്ചെടുത്തതിന് ശേഷം അതങ്ങ് മാറ്റിയാൽ മതിയാവും. ഇപ്പോൾ രണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഇത് എളുപ്പത്തിലൊന്ന് മുറിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വെക്കുന്നത്. ഇങ്ങനെ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പൊതുവേ കടകളിലൊക്കെ ഇതുപോലെ വെച്ചിട്ടാണ് കിട്ടാറ്. അപ്പോൾ ഇത് 2 സ്ലൈസായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. 4ആയിട്ട് മുറിച്ചും സെർവ് ചെയ്യാറുണ്ട്. ഞാനിവിടെ 2ആയിട്ട് മുറിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടാണ് കൂടുതലും ക്ലബ് സാൻഡ്വിച്ചുകളൊക്കെ കഴിക്കാറ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഇതുപോലെ തയ്യാറാക്കാം. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.